Okay, dear students, last class we were discussed about the population regression function. Population regression function. Today I am going to discuss sample regression function. Sample regression function. Sample regression function. It is called as SRF. Okay, SRF. As you know that population regression function, that means PRF. PRF we can write as yi is equal to expectation of yi given xi plus ui. This is already we talked. Here expectation of yi given xi equal to beta 1 plus beta 2 xi. That means already we have discussed all the things. Okay, I am not going to discuss all these things again. Okay, this is called population regression function. This can again you can rewrite yi is equal to beta 1 plus beta 2 xi plus ui. Okay, so this is the population regression function. This is equation 1 is called population regression function. Okay, and that means we have the values. Here the variables are yi and xi. Okay, y is a function of x. Consumption is a function of x. അപ്പോൾ ഇതാണ് രണ്ട് കൺസംഷൻ. അപ്പോൾ ഇൻകം എത്രത്തോളം കൺസംഷനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ റിഗ്രഷനിൽ നോക്കുന്നത്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ക്യാൻ ബി റൈറ്റ് ആസ് y is equal to beta 1 plus beta 2 xi plus ui. ഓക്കെ, ഇനി ഇപ്പോൾ ദിസ് ഇസ് ഇക്വേഷൻ 1 ഈസ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. ഈ പോപ്പുലേഷൻ്റെ പ്രത്യേകത എന്താണ്? പോപ്പുലേഷന് പ്രത്യേകത ഉണ്ട്. എന്താണ്? പോപ്പുലേഷൻ ഈസ് അൺനോൺ ആണ്. പോപ്പുലേഷൻ ഈസ് അൺനോൺ. ഓക്കെ, വി കനോട്ട് എസ്റ്റിമേറ്റ് ഇക്വേഷൻ ബിക്കോസ് കാരണം ഇക്വേഷൻ 1 വി കനോട്ട് എസ്റ്റിമേറ്റ് ഇക്വേഷൻ 1 കാരണം ഇക്വേഷൻ 1 ഈസ് എ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. പോപ്പുലേഷൻ അൺനോൺ ആണ്, അല്ലെങ്കിൽ വി കനോട്ട് എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ ബിക്കോസ് എല്ലാ റെസ്പോണ്ടൻസും ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു ഏഷ്യ എന്നുള്ള ഒരു ഏഷ്യ അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഏരിയ നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് എക്സിൻ്റെയും എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും എല്ലാ എലമെൻസിൻ്റെയും എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. കൺസംഷൻ ഇൻകം നമുക്ക് കളക്ട് ചെയ്തിട്ട് ഒരു PRF പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ടാസ്ക്കാണ്. അപ്പോൾ വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ ടേക്ക് സാമ്പിൾസ് ഫ്രം ദി പോപ്പുലേഷൻ. അതാണ് വി ക്യാൻ ടേക്ക് ദ സാമ്പിൾസ് ഫ്രം പോപ്പുലേഷൻ. പോപ്പുലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പിൾ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പുതിയൊരു കോൺസെപ്റ്റ് വരുന്നത്, sample regression function, that is called SRF. Okay, SRF, sample regression function. അപ്പോൾ നമ്മുടെ ആക്ച്വലി our task is to estimate equation 1 y is equal to beta 1 plus beta 2 xi plus ui എന്നുള്ള ഇക്വേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാണ് നമ്മുടെ ടാസ്ക്. ബട്ട് പോപ്പുലേഷൻ അൺനോൺ കാരണം വി cannot estimate equation 1. What we can do, we can take samples from the population and can estimate sample regression function, that is called SRF, sample regression function. Okay, അപ്പോൾ SRF. അപ്പോൾ SRF എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എസ്റ്റിമേഷൻ ഓഫ് റിഗ്രഷൻ ബേസ്ഡ് ഓൺ സാമ്പിൾ. ഓക്കെ, അപ്പോൾ റിഗ്രഷൻ എസ്റ്റിമേഷൻ ആണ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സാമ്പിൾ, പോപ്പുലേഷൻ സെലക്ട് ചെയ്ത സാമ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ റിഗ്രഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് SRF എന്ന് പറയുന്നത്, സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ സാമ്പിളിങ്ങിനൊരു പ്രോബ്ലം ഉണ്ട് അവിടെ. സാമ്പിളിങ്ങിനൊരു പ്രോബ്ലം ഉണ്ട്. n സാമ്പിളിങ്, ഇപ്പോൾ എന്താ വെച്ചാൽ n സാമ്പിളിങ് we will have n sampling, we will have n different types of data, n data set ഉണ്ടാവും. n sampling we will have n data set. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ 10 കുട്ടികളോട് ഞാൻ പറഞ്ഞു എക്സ് വൈ 2 വേരിയബിൾസ് കൊടുത്തു. 10 കുട്ടി 2 പേരെ സെലക്ട് ചെയ്തു. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ഒരു ഫസ്റ്റ് കുട്ടിയുടെ പേര് എ എന്ന് കൊടുത്തു, രണ്ടാമത്തെ കുട്ടിയുടെ പേര് ബി എന്ന് കൊടുത്തു. ഓക്കെ, ബി ഒരു സാമ്പിളിങ് കണ്ടക്ട് ചെയ്തു, എക്സ് ഒരു സാമ്പിളിങ് കണ്ടക്ട് ചെയ്തു. എന്നിട്ട് ഇത് 2 ബോക്സ് ഉണ്ടോ, അത് എയുടെ ബോക്സാണ്, വൈ വാല്യൂസ്. അപ്പോൾ അവരെടുത്ത ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എത്ര? 10 ഒബ്സർവേഷൻ 1 to 10. ഓക്കെ, അപ്പോൾ വി ഹാവ് എക്സ് വാല്യൂ, വൈ വാല്യൂ, വി ഹാവ് എക്സ് വാല്യൂ, വൈ വാല്യൂ. ഇവിടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ് അവർ പോപ്പുലേഷൻ എടുത്തത് 10 പേരെ എടുത്തത് അസ്യൂം ചെയ്യാം, 1 to 10. ഓക്കെ, വി ഹാവ് എക്സ് വാല്യൂസ്, വൈ വാല്യൂസ്, എക്സ് വാല്യൂസ്, വൈ വാല്യൂ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇനി അവിടെ എന്തുണ്ട്? സാമ്പിൾ എടുക്കുമ്പോൾ സാമ്പിളിംഗ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ പോപ്പുലേഷൻ സാമ്പിളിംഗ് ടെക്നിക്സ് ഉപയോഗിക്കണം. ഓക്കെ, ദർ ആർ വേരിയസ് മെത്തേഡ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു കളക്ട് സാമ്പിൾസ് ഫ്രം ദി പോപ്പുലേഷൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ട്. അത് അപ്ലൈ ചെയ്തിട്ട് എ എന്നുള്ള കുട്ടി, ബി എന്നുള്ള കുട്ടി എന്ത് ചെയ്തു? ഈ 2 കുട്ടികളും ഡാറ്റ കളക്ട് ചെയ്തു. എന്താണ് നമുക്ക് വേണ്ട ഡാറ്റ? വൈയും എക്സും. ഓക്കെ, അപ്പോൾ കളക്ട് ചെയ്തു. അപ്പോൾ അതിന് ഇഷ്യൂസ് ഉണ്ട് അവിടെ. ഈ പോപ്പുലേഷൻ നിന്നും നമ്മൾ 2 പേര് ഡാറ്റ കളക്ട് ചെയ്തു. അപ്പോൾ അതിലെ ഇഷ്യൂ എന്താ ചോദിച്ചാൽ, അപ്പോൾ 2 പേർക്കും they will get different values of y and x. ഓക്കെ, അല്ലെങ്കിൽ എക്സ് രണ്ടും അല്ലെങ്കിൽ വൈയുടെ വാല്യൂസ് ഡിഫറെൻറ്റ്. എക്സ് ഫിക്സഡ്, എക്സ് ഈസ് അസ്യൂംഡ് ടു ബി ഫിക്സഡ്. എക്സ് നമ്മൾ അസ്യൂം ചെയ്യുന്ന റിഗ്രഷനിൽ ഫിക്സഡ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് വൈ വാല്യൂ എന്തായിരിക്കും? കൺസംഷനും ഇൻകം നമ്മൾ ഫിക്സഡ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൺസംഷൻ എടുക്കുമ്പോൾ നമ്മളെന്താണ്? കൺസംഷൻ വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ്. അപ്പോൾ എ എന്നുള്ള ആൾ കളക്ട് ചെയ്ത സാമ്പിൾസിൻ്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 10 പേരുടെ എടുത്താൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. മറ്റേ ആൾ 10 പേരുടെ ഡാറ്റ കളക്ട് ചെയ്തു, 2 ആളുടെ ഡാറ്റ സെറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ n സാമ്പിളിംഗ്, അപ്പോൾ 2 പേരെ എടുത്തു. അപ്പോൾ ഞാൻ എ ബി ഉള്ളൂ ഇവിടെ. അപ്പോൾ n ആൾ n എന്ന് പറയുന്ന നമ്പറാണ്. n സാമ്പിളിംഗ് വി വിൽ ഹാവ് n ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സെറ്റ്. ഇതേപോലെ ഡാറ്റ സെറ്റ് ഉണ്ടാവും. ഓക്കെ, ഇത് ഓരോരുത്തരുടെ ഡാറ്റയാണ് ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വി വിൽ ഹാവ് n ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഷീറ്റ്. ഓക്കെ, എക്സെട്ര. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. അപ്പോൾ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഉള്ളത് കൊണ്ട് അവിടെ എന്തുണ്ട്? സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ ഉള്ളത് കൊണ്ട് അപ്പോൾ നമ്മൾ വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ, ഡിപ്പെൻഡ് വേരിയബിൾസിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. അപ്പോൾ എക്സ് ഫിക്സഡ് ആയതുകൊണ്ട് നമുക്കത് അസ്യൂം ദാറ്റ് എക്സ് ഈസ് ഫിക്സഡ്. വി ഹാവ് ഓൾ ദ ഡാറ്റ കളക്ടിങ് ഇൻഡിവിജ്വൽസ് ഹാവ് ഫിക്സഡ് വാല്യൂസ് ഓഫ് എക്സ്. ഓക്കെ, അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുന്നു. ബട്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ വൈ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഈസ് ദ ബെസ്റ്റ് അപ്രോക്സിമേറ്റ് ടു ദി which ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഏത് റിഗ്രഷനാണ്. അപ്പോൾ n സാമ്പിളിംഗ് വി വിൽ ഹാവ് n ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. n പേര് n സാമ്പിളിംഗ് നടത്തിയാൽ n ഡാറ്റ സെറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? അത് വെച്ച് നമുക്ക് റിഗ്രഷൻ ഫിറ്റ് ചെയ്യുമ്പോൾ n ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിൾ റിഗ്രഷൻ കിട്ടും. ഓക്കെ, ഇനി ഞാനത്
ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ദിസ് ഈസ് OX ആക്സിസ്, ദിസ് ഈസ് OY ആക്സിസ്. ഓക്കെ, ഇനി ഇവിടെ OX ആക്സിസ് എന്താ നമ്മൾ എടുക്കുന്നത്? ഇൻകം, എക്സ് വാല്യൂസ്. ഓക്കെ, OY ആക്സിസിൽ കൺസംഷൻ, ദാറ്റ് മീൻ Y വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു അസ്യൂം ചെയ്യുന്നത് A എന്നുള്ള ആളും B എന്നുള്ള ആളും ഡാറ്റ കളക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ A എന്നുള്ള ആളുടെ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ സപ്പോസ് ഇതായിരിക്കും. ദിസ് ഈസ് SRF ഓഫ് A. ഓക്കെ, ദിസ് ഈസ് SRF ഓഫ് B. ഓക്കെ, ഇനി മൂന്നാമത് C എന്ന ആൾ കളക്ട് ചെയ്താൽ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും. SRF സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ഓഫ് C. ഓക്കെ, അപ്പോൾ ഇനി D എന്നുള്ള ആൾ കളക്ട് ചെയ്തു, മേ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇതെന്താണ്? ആൻഡ് പോപ്പുലേഷൻ റിഗ്രഷൻ ഗോയിങ് ദിസ് ഈസ് PRF, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. ഓക്കെ, അസ്യൂം ചെയ്യുക അതാണ് PRF എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇതെല്ലാവരും അവർ ടാസ്ക്, അപ്പോൾ എല്ലാ റിസർച്ചേഴ്സിൻ്റെ ടാസ്ക് എന്താണ്? അവർ ടാസ്ക് ഈസ് ടു എസ്റ്റിമേറ്റ് y is equal to β1 plus β2 xi plus ui. ദാറ്റ് മീൻ PR, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ SRFിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാം. സാമ്പിൾ എടുക്കുമ്പോൾ അവിടെ ഇഷ്യൂ എന്താ വെച്ചാൽ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ ഉണ്ട്. സാമ്പിളിംഗ് വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിൾ ഡാറ്റ, ഹെൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ഓക്കെ, അതാണ് ഈ ഡയഗ്രമാറ്റിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എല്ലാവരുടെയും ടാസ്ക് എയിം എന്താണ്? PRFിൻ്റെ ബെസ്റ്റ്. അപ്പോൾ അവർ എസ്റ്റിമേറ്റഡ് സാമ്പിൾ റിഗ്രഷൻ ഷുഡ് ബി അല്ലെങ്കിൽ വിൽ ബി ദ ബെസ്റ്റ് അപ്രോക്സിമേറ്റ് ടു ദ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്നുള്ള ഒരു ഐഡിയയിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ഇനി നമുക്ക് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ, അപ്പോൾ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ സാമ്പിൾ എടുത്തിട്ട് റിഗ്രഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിലുള്ള ഇഷ്യൂ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ SRFനെ നമ്മൾ എങ്ങനെ എഴുതാം എന്നാണ്. SRF, ഹൗ ക്യാൻ വി എക്കണോമെട്രിക്കലി റെപ്രസെൻറ്റ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ? SRFനെ നമുക്ക് എങ്ങനെ ഒരു എക്കണോമെട്രിക്സ് രൂപത്തിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ റിഗ്രഷനിൽ പ്രധാനപ്പെട്ട ഒരു മീൻ വാല്യൂ ഉണ്ട്. ആ മീൻ വാല്യൂവിൻ്റെ പേരാണ് കണ്ടീഷൻ മീൻ വാല്യൂ. ദാറ്റ് ക്യാൻ ബി റൈറ്റ് ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് yi given xi. ഓക്കെ, ഇതാണ് കണ്ടീഷൻ മീൻ വാല്യൂ, വിച്ച് ഈസ് ഈക്വൽ ടു β1 പ്ലസ് β2 xi. അത് ലീനിയർ ഫംഗ്ഷൻ ഓഫ് x ആണ് എന്ന് പറഞ്ഞ് കണ്ടീഷൻ മീൻ വാല്യൂ. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് പോപ്പുലേഷൻ മീൻ വാല്യൂ ആണ്. പോപ്പുലേഷൻ കണ്ടീഷണൽ മീൻ വാല്യൂ ആണ്. ഓക്കെ, നമ്മളുടെ ടാസ്ക് എന്താണ്? പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് സാമ്പിൾ എടുത്തിട്ട് നമ്മൾ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എസ്റ്റിമേറ്റ്. അപ്പോൾ സാമ്പിൾ മീൻ വാല്യൂ നമുക്ക് കിട്ടും. ആ സാമ്പിൾ മീൻ വാല്യൂന് ഇതിൻ്റെ കറസ്പോണ്ടൻ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എങ്ങനെയാണ് സാമ്പിൾ മീൻ നമുക്ക് എഴുതാം? എസ്റ്റിമേഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് y cap i. ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് y given xi എന്ന് പറയുന്നത് പോപ്പുലേഷൻ കണ്ടീഷൻ മീൻ വാല്യൂ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് സാമ്പിൾ കണ്ടീഷൻ മീൻ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് y cap i. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് y cap i. നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ y given xi is equal to ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് x, അതുകൊണ്ട് ലീനിയർ ഫംഗ്ഷനാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് y given xi നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് y cap i ഈസ് എ ഫംഗ്ഷൻ ഓഫ് xi. ഇത് എക്സ്പെക്റ്റേഷൻ y given xi ഈസ് എ ഫംഗ്ഷൻ xi എന്ന് പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് y
expectation of y cap I is also a function of xi. And also expectation of yi given expectation of y cap I is a linear function of xi. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? expectation of y cap I equal to ലീനിയർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ β1 + β2 xiക്ക് പകരം ഞാൻ അതിന് ക്യാപ്പ് കൊടുക്കണം. സാമ്പിൾ ആയിരുന്നു β cap 1 β cap I പ്ലസ് β cap 1 plus β cap 2 xi എന്നെഴുതി. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് y given xi ഈസ് ഈക്വൽ ടു β1 plus β2 xi. അതിന് പകരം സാമ്പിളാണ്. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് y cap I ഈസ് എ ഫംഗ്ഷൻ ഓഫ് xi. അതിനെ ലീനിയർ ഫോമിൽ നമ്മൾ എഴുതുന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് y cap I ഈസ് ഈക്വൽ ടു β cap 1 plus β cap 2 xi. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതാണ് പിന്നെ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ലൈക്ക് ദ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ PRF-ൽ നമ്മൾ ഒരു സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് മീൻ ഇക്വേഷൻ 1 നമ്മൾ കഴിഞ്ഞ ഈ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് നോട്ടിൽ ഞാൻ ഇവിടെ എഴുതിയ സാധനമുണ്ട്. ഇക്വേഷൻ 1 y is equal to β cap 1 plus β cap 2 xi plus ui. ഓക്കെ, അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് PRF. ഓക്കെ, ഇതാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. ഇതെന്താണ്? സ്റ്റോക്കാസ്റ്റിക് സ്പെസിഫിക്കേഷൻ ഓഫ് ui ഉണ്ട്. സ്റ്റോക്കാസ്റ്റിക് സ്പെസിഫിക്കേഷൻ ഓഫ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനെയും സ്റ്റോക്കാസ്റ്റിക് സ്പെസിഫിക്കേഷൻ ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ കൺസംഷൻ അങ്ങനെ നമ്മൾ റിഗ്രഷൻ എസ്റ്റിമേറ്റ് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം. ഒരു ഇൻഡിവിജ്വൽ ആളുടെ കൺസംഷൻ നമ്മൾ എടുക്കുന്നു, yi എന്ന് അസ്യൂം ചെയ്യുന്നു. y is equal to, അപ്പോൾ നമ്മൾ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ പറയുന്നത്. y is equal to β cap 1 plus β cap 2 xi plus u cap I. This is I am given equation 2. This is the sample regression function. Sample SRF. This is called SRF, sample regression function. അപ്പോൾ ഇക്വേഷൻ 1 കഴിഞ്ഞ നോട്ടിൽ ഈ വീഡിയോയിലെ ഫസ്റ്റ് നോട്ടിൽ നമ്മൾ ഇക്വേഷൻ 1 പറഞ്ഞു. ദാറ്റ് ഈസ് ദിസ് ഈസ് ഇക്വേഷൻ. ഓക്കെ, ദിസ് ഈസ് എ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ആൻഡ് ഹിയർ ദിസ് ഈസ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സാമ്പിൾ റിഗ്രഷൻ. അപ്പോൾ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ അൺനോൺ ആയതുകൊണ്ട് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ എക്കണോമെട്രീഷ്യൻ പോപ്പുലേഷന് സാമ്പിൾ എടുത്തിട്ട് റിഗ്രഷൻ ചെയ്യുന്നതാണ് നമ്മളെന്ത് സാമ്പിൾ റിഗ്രഷൻ. അപ്പോൾ സാമ്പിൾ റിഗ്രഷനിൽ നമ്മൾ സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സാമ്പിൾ റിഗ്രഷൻ ക്യാൻ ബി റെപ്രസെൻ്റ് ആറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് y cap I. സാമ്പിൾ മീനെ യു ക്യാൻ റെപ്രസെൻ്റ് ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ജസ്റ്റ് ലൈക്ക് ദ കണ്ടീഷൻ മീൻ വാല്യൂ, പോപ്പുലേഷൻ കണ്ടീഷൻ മീൻ വാല്യൂ പോലെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എക്സ്പെക്റ്റേഷൻ ഓഫ് y cap I is equal to expectation of y cap I. Okay, as you know that expectation of y cap I is a function of xi. What kind of function? Linear function. Can you write linear? Expectation of y cap I is equal to beta cap 1 plus beta cap 2 xi. Okay, this is the mean value, condition mean value. A condition mean value adana. ഇനി നമ്മളതൊരു പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? ഒരു റിഗ്രഷൻ ഫംഗ്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? അതൊരു ഇൻഡിവിജ്വൽ കൺസംഷൻ ആയിട്ടാണ് നമ്മളത് എന്നുള്ള I ഇൻഡിവിജ്വൽ. അപ്പോൾ yi is equal to, അതിങ്ങനെ എഴുതാം, y is equal to ഇൻഡിവിജ്വൽ കൺസംഷൻ. എനിക്ക് റിഗ്രഷൻ ഫംഗ്ഷൻ നമ്മൾ ഇൻഡിവിജ്വൽ കൺസംഷൻ ആക്കിയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അതിന് yi എന്ന് കൊടുക്കും. ഇവിടെയും പോപ്പുലേഷൻ റിഗ്രഷനിൽ yi എന്നാണ് കൊടുത്തത്. അതുപോലെ ഇവിടെയും yi എന്ന് കൊടുക്കും. y is equal to β1 β2 അതിന് പകരം നമ്മളെന്ത് കൊടുത്തു? എന്നതിന് പകരം ബീറ്റ ക്യാപ്പ് 1 ക്യാപ്പ് ഇട്ട് കൊടുത്തു, ബീറ്റ ക്യാപ്പ് 2 ആൻഡ് ബീറ്റ ക്യാപ്പ് യുഐക്ക് പകരം y ക്യാപ്പ് I എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 2 ഈസ് കാൾഡ്
സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ റിഗ്രഷൻ ക്യാൻ ബി റൈറ്റ് ആസ് y is equal to beta 1 plus beta 2 xi plus ui. This is equation 1, that is population regression function. സാമ്പിൾ ഇതിൻ്റെ അതേ രൂപത്തിൽ നമുക്ക് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? yi is equal to beta cap 1 plus beta cap 2 xi plus u cap I. Okay, this is equation 2. This is first equation is called PR of population regression function. Second equation is called sample regression function. Okay, clear അല്ലേ? അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ ബീറ്റ ക്യാപ് ബീറ്റ 1 ബീറ്റ 2 are the population parameters. Population parameters ആണ്. ഓക്കെ, പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. ഓക്കെ, അത് യു ഐ എന്നുള്ളത് എറർ, പോപ്പുലേഷൻ എറർ. ഓക്കെ, അപ്പോൾ ബീറ്റ 1 and ബീറ്റ 2 അവർ ഇൻ റിസർച്ച് അല്ലെങ്കിൽ ഇൻ എക്കണോമെട്രിക്സ് അവർ ടാസ്ക് ഈസ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂസ് ഓഫ് ബീറ്റ 1 ആൻഡ് ബീറ്റ 2. ഇതിൻ്റെ വാല്യൂസ് കാണുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ബട്ട് ഇത് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ റിഗ്രഷൻ പാരാമീറ്റേഴ്സാണ്. ഇത് നമുക്ക് ഒരിക്കലും എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം പോപ്പുലേഷൻ അൺനോൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ ബീറ്റ 1 എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റാണ്, ബീറ്റ 2 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് വിത്ത് റെസ്പെക്ട് ടു XI എന്ന് പറഞ്ഞാൽ ഇൻകം XIയിലുണ്ടാകുന്ന ചേഞ്ച് ആവറേജ് കൺസംഷൻ എത്രത്തോളം മാറ്റമുണ്ടെന്ന് കാണിക്കുന്നത് ഈ വാല്യൂയുടെ ഈ ബീറ്റ 2യുടെ വാല്യൂ ആയിരിക്കും. ഓക്കെ, ബീറ്റ 2 സപ്പോസ് വാല്യൂ ഓഫ് ബീറ്റ 2 ഇസ് ഈക്വൽ ടു 0.7 എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു രൂപ, ഒരു 1 റുപ്പി, ഒരാളുടെ 1 റുപ്പി ഇൻകം എക്സ് ഇൻക്രീസ് ചെയ്താൽ ഓൺ ആവറേജ് കൺസംഷൻ 0.7 പൈസ കൺസംഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഒരാളുടെ 1 രൂപ ഇൻക്രീസ് ചെയ്താൽ ആവറേജ് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്ന എത്രയാണ്? 70 പൈസ. 70 പൈസ ഈ സ്പെൻഡിങ് ഫോർ എന്ത് ചെയ്യുന്നു? ഫോർ കൺസംഷൻ. റിമൈനിങ് 30 എന്താണ്? മേ ബി ദ സേവിങ് ഓർ സംതിങ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? അതുപോലെ ബീറ്റ 1 എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ 1 എന്ന് പറയുന്നത് ഇൻകത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഇൻകത്തിലുണ്ടാകുന്ന ഈ ഇമ്പാക്റ്റ് ഇത് 0 ആകുമ്പോൾ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ബീറ്റ 2 0 ആണ്, ഇൻകത്തിൻ്റെ ഇഫക്റ്റ് 0 ആണ് അസ്യൂം ചെയ്യാം. അങ്ങനത്തെ സാഹചര്യത്തിൽ ബീറ്റ 2 ടെൽ us ദ ആവറേജ് കൺസംഷൻ. അപ്പോൾ ഈ ഇൻകത്തിൻ്റെ ഇഫക്റ്റ് 0 ആണെന്ന് അസ്യൂം, 0 ആയാൽ ആവറേജ് കൺസംഷൻ എന്ന് പറയുന്നത്, ഒരാളുടെ ആവറേജ് കൺസംഷൻ എന്ന് പറയുന്നത് ബീറ്റ 2 ബീറ്റ 1 ആയിരിക്കും. ഓക്കെ, അതൊരു ഡയഗ്രാം വരച്ച് ഞാൻ കാണിക്കാം. ഓക്കെ, ബോർഡില്ലാത്ത ഇഷ്യൂസാണ് കേട്ടോ കുട്ടിമക്കളെ. അപ്പോൾ OX ആക്സിസിൽ ഇങ്കാണ് നമ്മൾ എടുക്കുന്നത്, OY ആക്സിസിൽ കൺസംഷനാണ്. ഓക്കെ, ദിസ് ഈസ് അവർ റിഗ്രഷൻ ലൈൻ. ദിസ് ലൈൻ ഈസ് കാൾഡ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2 എക്സ്, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് YI ഗിവൺ XI. അപ്പോൾ ഇതാണ് ദിസ് തിങ്. ഇതിൻ്റെ സ്ലോപ്പ് ഉണ്ടല്ലോ, ഈ സ്ലോപ്പാണ് ബീറ്റ 2 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലൈൻ്റെ ദിസ് ഈസ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ബീറ്റ 2 ആണ്. അപ്പോൾ ഇൻകത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ആവറേജ് കൺസംഷൻ എന്ത് കാണിക്കുന്നു എന്നാണ് ഈ സ്ലോപ്പ് പറയുക. അതാണ് ബീറ്റ 2യുടെ വാല്യൂ. അതാണ് നമുക്ക് റിഗ്രഷനിൽ നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, ഇവിടെ ഈ പോയിൻ്റ്, ഈ സെക്ഷൻ, ഇതാണ് ബീറ്റ 1 ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് ബീറ്റ 2യുടെ, അല്ലെങ്കിൽ പിന്നെ ഇൻകത്തിൻ്റെ ഇഫക്റ്റ് 0 ആയാൽ ഇതിൻ്റെ ഈ ലൈൻ എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ?
ഈ പാർട്ട് ഉണ്ടല്ലോ, ഇതായിരിക്കും ആവറേജ് കൺസംഷൻ. ഇൻകം 0, അപ്പോൾ ചിലപ്പോൾ കടം വാങ്ങിയിട്ടായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. ഇൻകം 0 ആകുമ്പോൾ ഇൻകത്തിൻ്റെ ലൈന് എന്തായിരിക്കും? ഈ 0-ലായിരിക്കും. ഓക്കെ, ഇൻകത്തിൻ്റെ വാല്യൂ. അപ്പോൾ ആവറേജ് കൺസംഷൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻകം 0 ആകുമ്പോൾ അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ആവറേജ് കൺസംഷൻ വെൻ ഇൻകം അല്ലെങ്കിൽ എക്സ്, ദ വാല്യൂ ഓഫ് ഇമ്പാക്റ്റ് ഓഫ് എക്സ് ഇസ് 0, അതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർസെപ്റ്റ് എന്ന് പറയും, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയും. നമ്മൾ കെയ്നീഷ്യൻ തിയറിയിൽ ഇൻകം കൺസംഷൻ റിലേഷനിൽ β2 അല്ലെങ്കിൽ ഈ വാല്യൂ പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ എന്നാണ്, അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി പോപ്പുലേഷൻ റിഗ്രഷൻ. ഇനി നമ്മൾ അപ്പോൾ β1 എന്താണെന്ന് മനസ്സിലായി, β2 എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇനി വാട്ട് ഈസ് മീൻ ബൈ beta cap 1 അല്ലെങ്കിൽ വാട്ട് ഈസ് beta cap 1 ആൻഡ് beta cap 2. അപ്പോൾ beta cap 1 എന്ന് പറയുന്നത് എന്താണ്? അതുതന്നെയാണ്, ഇറ്റ് ഈസ് ദ എസ്റ്റിമേറ്റർ ഓഫ് beta cap 1 ഈസ് ദ എസ്റ്റിമേറ്റർ ഓഫ് β1, beta cap 2 ഈസ് ദ എസ്റ്റിമേറ്റർ ഓഫ് β2. ഓക്കെ, കാരണം നമ്മൾ സാമ്പിൾ എടുത്തിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് beta cap 1 beta cap. അത് എന്തിൻ്റെ എസ്റ്റിമേറ്ററാണ്? നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് β1 ആയിട്ടാണ്. β1ൻ്റെ ഒരു എസ്റ്റിമേറ്ററാണ്. അപ്പോൾ beta cap 1 ആൻഡ് beta cap 2 ആർ ദ എസ്റ്റിമേറ്റ്സ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് β1 ആൻഡ് β2. പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിൻ്റെ എസ്റ്റിമേറ്റേഴ്സിൻ്റെ പേരാണ് beta cap 1 beta cap 2. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത് beta cap 1 ആൻഡ് beta cap 2 can be derived from the sample data. സാമ്പിൾ എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുക. ഓക്കെ, അപ്പോൾ this is about this is equation 2 is called sample regression function. ഇത്രയും കാര്യങ്ങൾ അതിൽ പറയാനുള്ളത്. ഈ UI എന്ന് പറയുന്നത് എറർ ടേം ആണ്. രണ്ട് പ്രധാനപ്പെട്ട, എന്തുകൊണ്ടാണ് UI എറർ ടേം നമ്മൾ റിഗ്രഷനിൽ എടുക്കുന്നത്? ഒന്ന്, ഒമിറ്റഡ് വേരിയബിൾ കേസ്. അപ്പോൾ എറർ ടേം റെപ്രസെൻറ്റ് ഓൾ ഒമിറ്റഡ് വേരിയബിൾ. ഇവിടെ y ഈസ് എ ഫങ്ഷൻ ഓൺലി എക്സ് ആണ്. y എന്നുള്ളത് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. There are various other factors which are also influencing y. അത് നമ്മൾ ഒമിറ്റ് ചെയ്യുന്നത്. പക്ഷേ എക്കണോമെട്രീഷ്യൻ ഷുഡ് കൺസിഡർ ഓൾ അതർ ഒമിറ്റഡ് വേരിയബിൾസ്. അതിന് വേണ്ടിയാണ് ഫസ്റ്റ് നമ്മൾ യു എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് എറേഴ്സ്. നമ്മൾ ഈ ഡാറ്റ അനാലിസിസ്, ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ, അതുപോലെ ഫങ്ഷണൽ ഫോം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ പല ഇക്വേഷൻസ് ആക്കി മാറ്റുമ്പോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് മേ ബി ഹാപ്പൺ. ആ എററും നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൂടെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് UI എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി സാമ്പിൾ റിഗ്രഷൻ ഫങ്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ ഡിയസ്.